നമ്മുടെ നടൻ സിദ്ദിഖിനെ കുറിച്ച് ഇപ്പോഴൊരു വാർത്ത വന്നിട്ടുണ്ട്. വാർത്ത എന്താന്ന് വെച്ചാൽ ബലാത്സംഗ കേസിൽ പ്രതിയായിട്ട് ഇരിക്കെ സിദ്ദിഖിന്റെ 62ാം പിറന്നാൾ ആഘോഷിച്ച് കുടുംബമെന്നാണ്. ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട് അതിന്. കുറച്ച് പേരെങ്കിൽ കുറച്ച് പേര് പോസിറ്റീവ് ആയിട്ട് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. കാരണം കുറ്റാരോപിതനാണല്ലോ. ശിക്ഷിക്കപ്പെട്ടിട്ടില്ല, അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ കുറ്റാരോപിതനാണ്. അപ്പൊ അതേസമയം ഒരുപാട് ആളുകൾ പറയുന്നത് പലരും വിമർശിക്കുന്നുണ്ടെങ്കിലും ഫാമിലി സിദ്ദിഖിനെ ചേർത്ത് വെച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ സിദ്ദിഖിന്റെ മകൻ ഷഹീൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങായിരുന്നു. അപ്പൊ നൂലുകെട്ട് ചടങ്ങിൽ നടക്കുന്ന സമയത്തുള്ള ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ട് സിദ്ദിഖിന് പിറന്നാൾ ആശംസകൾ നേർന്നിരിക്കുകയാണ് ഈ ഷഹീൻ. സിദ്ദിഖിന് ഇത്രയും വിമർശനങ്ങൾ വരാൻ കാരണം സിദ്ദിഖ് ഒളിവിൽ കഴിഞ്ഞതുകൊണ്ടാണ്. ഇപ്പം നിവിൻ പോളിക്കായാലും അതുപോലെ മുകേഷിനായാലും ഒരുപാട് നടന്മാർക്ക് ഇതിനൊപ്പം തന്നെ ഇങ്ങനൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം സിദ്ദിഖിന് പറ്റിയ ഒരു അബദ്ധം എന്താന്ന് വെച്ചാൽ ഒളിച്ച് മാറി നിന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ പലരും ചിന്തിക്കുന്നുണ്ടാവുക, തെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒളിച്ചു മാറി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ്. ജയസൂര്യൻ കുറെ നാൾ ഇവിടുന്ന് മാറി സിനിമ ഷൂട്ടിന്റെ ഭാഗമായിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കതിന്റെ ജെനുവിനിറ്റി ഒന്നും അറിയില്ലല്ലോ. പക്ഷെ ഈ പറഞ്ഞ ആളും ജയസൂര്യൻ കുറെ നാൾ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. അപ്പൊ ജയസൂര്യൻ ഇതുപോലെ തന്നെ കുറെ നെഗറ്റീവ്സ് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. സിദ്ദിഖിന് ലഭിച്ചിരിക്കുന്നത് ഇടക്കാല ജാമ്യമാണ്. എന്തായാലും കുഞ്ഞിനെ ഇങ്ങനെ കയ്യിലെടുത്ത് സിദ്ദിഖിന്റെ മകൻ ഒരു ഫോട്ടോ, സിദ്ദിഖും കുഞ്ഞുമായിട്ടുള്ളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അതിൽ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇടുന്നുണ്ട്. പക്ഷേ ഫാമിലി എന്ന് പറയുന്നത് ചിലപ്പം ഈ ഒരു കേസ് ജെനുവിൻ ആണോ അല്ലയോ എന്നുള്ളതൊക്കെ ഇൻ ഫ്യൂച്ചറിലേ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഫാമിലി എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് അവരുടെ കൂടെയുള്ള ആൾക്കാരാണ്. ഒരു പക്ഷേ നമ്മൾ സിദ്ദിഖിനെ കാണുന്നത് സിനിമകളിലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ ഇവന്റ്സോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴായിരിക്കും ഈ പറഞ്ഞ ആക്ടറിന്റെ. പക്ഷെ ഇത്രയും നാളും അവരുടെ കൂടെ ഉണ്ടായിരുന്നത് അവരുടെ ഫാമിലിയാണ്. അപ്പൊ ഫാമിലിക്ക് അറിയാവുന്ന പോലെ പുറത്തൊരാൾക്ക് അറിയണം എന്നില്ല. ചിലപ്പോൾ ഫാമിലിക്ക് അറിയാത്ത രീതിയിലും പുറത്ത് സിദ്ദിഖ് വേറൊരു ഫേസ് ഉണ്ടാകാം. പക്ഷേ സിദ്ദിഖിനെ ചേർത്ത് വെച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കേസ് തെളിയുന്നത് വരെ ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് സിദ്ദിഖിനും ബാധകമാണ്. നമുക്ക് ഒരിക്കലും ഒരു കുറ്റക്കാരനെന്ന് പറയാൻ സാധിക്കില്ല. കുറ്റം തെളിയട്ടെ. ഇപ്പം ഒരു കേസ് കൊടുത്ത പെൺകുട്ടിയുടെ കുറേ ഹിസ്റ്ററീസും നമ്മൾ കേട്ടതാണ്. പുറത്തു പോയി ഹോസ്റ്റലിൽ ഇതിനൊക്കെ ഫോട്ടോസ് എടുത്ത് അതിനെ കോളേജിൽ നിന്ന് പുറത്താക്കിയതാണെന്നൊക്കെ. അപ്പം ഇത്തരം കേസുകൾ വന്നു കഴിഞ്ഞാൽ അതിൽ കുറ്റാരോപിതൻ ഇതിനൊപ്പം തന്നെ കേസ് കൊടുത്തേക്കുന്ന ആളിൻ്റെ ഒരു ഹിസ്റ്ററി, അവരുടെ ഒരു ജെന്യുവിനിറ്റി ഒക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഈ ഒരു കേസ് എങ്ങനെയാണ്, എന്തിലേക്കാണ് എത്തപ്പെടുന്നത്, അത് സിദ്ദിഖിന് നെഗറ്റീവായിട്ടായിരിക്കും അല്ലെങ്കിൽ സിദ്ദിഖിന് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്, അല്ലേ? അപ്പം അതിനു മുന്നേ വരെ നമ്മൾ ഒരാളെ വിധിക്കരുത്. എന്തായാലും സത്യങ്ങൾ തെളിയട്ടെ.